നമസ്കാരം. സകലമാന കേരളത്തിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. ദേശീയപാതയിൽ ബൈക്ക് വെള്ളക്കെട്ടിൽ വീണ് സ്വിഗ്ഗി ജീവനക്കാരൻ മരിച്ചു. അപകടം കോഴിക്കോട് ചേവരമ്പലത്ത്. സ്ഥിരം അപകട മേഖലയായിട്ടും മുന്നറിയിപ്പ് സംവിധാനങ്ങളില്ലെന്ന് നാട്ടുകാർ. ഇടുക്കിയിൽ ആദിവാസി യുവാവിനെ കള്ളക്കേസിൽ കുടുക്കിയവരെ വിചാരണ ചെയ്യാമെന്ന് സർക്കാർ. വനം വകുപ്പിലെ 10 ഉദ്യോഗസ്ഥരെ വിചാരണ ചെയ്യാൻ അനുമതി. സരുൺ സജിയെ കള്ളക്കേസിൽ കുടുക്കിയത് കാട്ടിറച്ചി കടത്തിയെന്നാരോപിച്ച്. സംസ്ഥാനത്ത് കനത്ത ചൂട് തുടരുന്നു. വറ്റിവരണ്ട നദികൾ. വേനൽ മഴ കിട്ടിയില്ലെങ്കിൽ ദുരിതം കടുക്കുമെന്ന് ആശങ്ക. ജീവനു വേണ്ടി കേഴുകയാണ്. കെഎസ്ആർടിസിയിൽ ഒരു വിഭാഗത്തിന്റെ പണിമുടക്ക് ഇന്ന് അർദ്ധരാത്രി മുതൽ. INTUC യൂണിയനുകളുടെ സമരം. 12 ആവശ്യങ്ങൾ ഉന്നയിച്ച് ഡയസ്നോൺ പ്രഖ്യാപിച്ച് അധികൃതർ. കല്ലട ഇറിഗേഷൻ പദ്ധതിയുടെ കനാലുകൾ കാടുമൂടി അപകട ഭീഷണിയിൽ. വെള്ളം തുറന്നുവിടുന്നത് ശുചീകരിക്കാത്ത കനാലിലൂടെ. വാഹനയാത്രയും ഭീഷണിയിൽ. ഇതിനെപ്പറ്റി ആരാ കംപ്ലൈന്റ് ചെയ്തിട്ട് പറഞ്ഞാരാ? ഇതിനെപ്പറ്റി എന്നാ കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ടാവുക? അടിച്ചിക്കാ എന്തിന്? എന്റെ കാൽമ കസേൽട്ടാ. ഇഷാൻവിയുടെ നിഷ്കളങ്ക വാക്കുകൾ ഏറ്റെടുത്ത് സോഷ്യൽ മീഡിയ. വൈറലായി 2ാം ക്ലാസ്സുകാരി. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് ചൂട് കനക്കുകയാണ്. അത്യുഷ്ണത്തിന്റെ കാര്യത്തിൽ ഏറെ മുന്നിലാണ് കോട്ടയം. മഴ മാറി നിന്നതോടെ കോട്ടയത്തിന്റെ കിഴക്കൻ മേഖല വരൾച്ചയുടെ പിടിയിലായി. ഫെബ്രുവരിയുടെ തുടക്കം തന്നെ നദികൾ വറ്റി വരണ്ട അവസ്ഥയാണ്. ഞാൻ ഇപ്പോൾ ഈ ഇരിക്കുന്നത് ഒരു പുഴയുടെ നടുവിലാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? വിശ്വസിക്കണം എന്നില്ല. ഈ ക്യാമറ ചില കാഴ്ചകൾ കാട്ടിത്തരും. അപ്പോൾ നിങ്ങൾക്ക് വിശ്വസിക്കേണ്ടി വരും. പ്രളയകാലത്ത് കലിതുള്ളി ഒഴുകിയ പുഴയാണ് മണിമലയാർ. ഇന്നത് ആറല്ല, കാടാണ്. ഇലകരിഞ്ഞ കാട്. മാർച്ചിലെത്തുന്ന വരൾച്ച ഇത്തവണ 1 മാസം മുന്നെയാണ്. കുടിവെള്ളത്തിനായി പുഴയെ ആശ്രയിച്ചിരുന്നവർ മറുവഴികൾ തേടി. അയ്യോ, കുടിവെള്ളമാണ് നമുക്ക്. വെള്ളമില്ലാതെ ഞങ്ങളാണ് പാടുപെടുക. എന്ന് വെച്ചാൽ പിന്നെ ഇടയ്ക്ക് പിന്നെ വണ്ടിക്ക് ഒരു വെള്ളം കൊണ്ട് തരും. അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് പിടിച്ചു നിൽക്കുന്നു. മണിമലയാറിലെ മാത്രം കാഴ്ചയല്ല ഇത്. കൈവഴിയായ പുല്ലകയാർ, കൂട്ടിക്കൽ ഉൾപ്പെടെയുള്ള മേഖലകളിൽ നേർത്ത അരുവിയായി. പ്രളയത്തിൽ ഒഴുകിവന്ന ഉരുളൻ കല്ലുകൾക്കിടയിൽ ജീവജലത്തിന്റെ നീരുറവ. വേനൽ മഴ എത്തിയില്ലെങ്കിൽ ഇത്തവണ വരൾച്ചാ ദുരിതം കൂടുമെന്ന സൂചനയാണ് പുഴകൾ നൽകുന്നത്. തടയിണകൾ ഉള്ളിടത്ത് മാത്രമാണ് ജനങ്ങൾക്ക് ആശ്വാസം. പ്രളയത്തിൽ മനുഷ്യന് ഭീതി പകർത്തിയ പുഴയാണിത്. പിന്നീട് ജീവജലം നൽകി. ഇപ്പോൾ ജീവനു വേണ്ടി കേഴുകയാണ്. മുണ്ടക്കയത്ത് നിന്ന് ജി ശ്രീജിത്ത്, ന്യൂസ് 18. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കെഎസ്ആർടിസിയിൽ ഒരു വിഭാഗം ഇന്ന് അർദ്ധരാത്രി മുതൽ പണിമുടക്കും. ട്രാൻസ്പോർട്ട് ഡെമോക്രാറ്റിക് ഫെഡറേഷന്റെ നേതൃത്വത്തിലാണ് പണിമുടക്ക്. 12 ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഒരു ദിവസത്തെ പണിമുടക്ക് നടത്തുന്നത്. പണിമുടക്ക് ഒഴിവാക്കാൻ കെഎസ്ആർടിസി CMD പ്രമോദ് ശങ്കർ സംഘടനാ നേതാക്കളുമായി ചർച്ച നടത്തിയിരുന്നു. എന്നാൽ കെഎസ്ആർടിസിയിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാതെ പണിമുടക്കിൽ നിന്നും പിന്മാറില്ലെന്ന് INTUC യൂണിയനുകളുടെ കൂട്ടായ്മയായ TDF അറിയിച്ചു. കോഴിക്കോട് ചേവരമ്പലത്ത് ബൈക്ക് വെള്ളക്കെട്ടിൽ വീണ് സ്വിഗ്ഗി ജീവനക്കാരൻ മരിച്ചു. എലത്തൂർ സ്വദേശി രഞ്ജിത്താണ് മരിച്ചത്. ദേശീയപാതയിൽ കലുങ്ക് നിർമ്മാണം നടക്കുന്നിടത്താണ് അപകടം നടന്നത്. ഇത് സ്ഥിരം അപകട മേഖലയാണെന്നും മുന്നറിയിപ്പ് സംവിധാനങ്ങൾ ഇല്ലാത്തതാണ് അപകട കാരണമെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. റോഡിൽ പൈപ്പിടാനായി കുഴിച്ച കുഴിയിലെ വെള്ളക്കെട്ടിലാണ് യുവാവിന്റെ മൃതദേഹം കണ്ടെത്തിയത്. അതിഥി തൊഴിലാളികളാണ് ബൈക്കും മൃതദേഹവും ആദ്യം കണ്ടത്. വിവരം അറിയിച്ചതോടെ പോലീസ് സ്ഥലത്തെത്തി. രാത്രി ഭക്ഷണം വിതരണം ചെയ്യാൻ പോകും വഴി വെള്ളക്കെട്ടിൽ വീണതാകാമെന്നാണ് സൂചന. കുഴിക്ക് ചുറ്റും ആകെയുള്ളത് ദുർബലമായ ഒരു ചെറിയ ബാരിക്കേഡ് മാത്രമാണ്. സ്ഥലത്ത് മുൻപും അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത്.
ഇവിടെ ഒരു ആക്സിഡന്റ് നിത്യസംഭവമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു ബൈക്ക് ഇവിടെ നിന്ന് ഇടിച്ച് തീ ആളിക്കത്തി ആ ബൈക്കുകാരെ പരിക്കുകളോടൊപ്പം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്. 2 മാസം മുൻപും ഇതേ സ്ഥലത്ത് സമാനമായ രീതിയിൽ അപകടം നടന്നു. അന്ന് ബൈക്ക് യാത്രികന്റെ കൈക്ക് പരിക്കേറ്റിരുന്നു. ന്യൂസ് 18 കോഴിക്കോട്. കൊല്ലത്ത് വീണ്ടും സ്വകാര്യ ബസ്സുകളുടെ മത്സരയോട്ടം. ഒരു ബസ് മറ്റൊരു ബസ്സിൽ ഇടിച്ച ശേഷം നിർത്താതെ പോയി. ചക്കുവള്ളി ഭരണിക്കാവ് റോഡിൽ തെറ്റിക്കുഴി ജംഗ്ഷനിലാണ് സംഭവം. ഒരേ ദിശയിൽ വരികയായിരുന്ന കോസ്മോസ്, ശ്രീ പൗർണമി എന്നീ ബസ്സുകളിലെ ജീവനക്കാർ തമ്മിലായിരുന്നു മത്സരയോട്ടം നടത്തിയത്. ഗതാഗതം തടസ്സപ്പെട്ടതോടെ നാട്ടുകാർ ഇടപെട്ടു. ഇടിച്ച ബസ് നിർത്താതെ പോയി. ഇതോടെ യാത്രക്കാരെ മറ്റൊരു വാഹനത്തിൽ കയറ്റിവിടുകയായിരുന്നു. പ്രദേശവാസികൾ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. അങ്ങാടിപ്പുറം പരിയാപുരം ചിരട്ടാമലയിൽ വീണ്ടും വാഹനാപകടം. എറണാകുളത്ത് നിന്ന് വയനാട്ടിലേക്ക് പോവുകയായിരുന്ന ടിപ്പർ ലോറി തല കീഴായി മറിഞ്ഞു. ലോറിക്കകത്ത് കുടുങ്ങിയ ഡ്രൈവറെയും ക്ലീനറെയും പോലീസും ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്നാണ് പുറത്തെടുത്തത്. ഇവരെ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പുലർച്ചെ 2 മണിയോടെയാണ് അപകടമുണ്ടായത്. കല്ലട ഇറിഗേഷൻ പദ്ധതിയുടെ കനാലുകൾ കാടുമൂടി അപകട ഭീഷണി ഉയർത്തുന്നുവെന്ന് പരാതി. ശുചീകരിക്കാത്ത കനാലിലൂടെയാണ് വെള്ളം തുറന്നുവിടുന്നത്. വാഹനയാത്രയും ഭീഷണിയിലാണ്. ചൂട് കഠിനമായാൽ കൊല്ലം, പത്തനംതിട്ട ജില്ലയിലെ ജനങ്ങൾ ഒരു പരിധിവരെ ആശ്രയിക്കുന്നത് തെന്മല ഇറിഗേഷൻ പ്രോജക്റ്റിൽ നിന്ന് ആരംഭിക്കുന്ന ഇടതു വലതുകര കനാലുകളെയാണ്. കനാലുകളുടെ ഇരുകരയിലെയും കാടുവെട്ടി ശുചീകരിച്ച ശേഷമാണ് ജലം ഒഴുക്കിവിടാറ്. അതിന് ജലസേചന വകുപ്പിന്റെ ഫണ്ട് മുൻപ് ഉപയോഗിച്ചിരുന്നു. പിന്നീട് ഓരോ ഗ്രാമപഞ്ചായത്തും അവരവരുടെ പരിധിയിലൂടെ കടന്നുപോകുന്ന കനാലിനെ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഫണ്ട് ഉപയോഗിച്ച് ശുചീകരിച്ചിരുന്നു. എന്നാൽ കഴിഞ്ഞ വർഷം മുതൽ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഫണ്ട് കനാൽ ശുചീകരണത്തിന് ഉപയോഗിക്കേണ്ട എന്ന നിയമം പ്രാബല്യത്തിൽ വന്നു. അതോടെ ശുചീകരണ പരിപാടികൾ നിലച്ചു. ശുചീകരിക്കാത്ത കനാലിലൂടെയാണ് ഇപ്പോൾ വെള്ളം തുറന്നുവിടുന്നത്. ഇത് കനാലുകളുടെ ബലക്ഷയത്തിന് കാരണമാകും. കൂടാതെ കാട് മൂടിക്കിടക്കുന്ന കനാലിൽ വാഹനയാത്രക്കാർ അപകടത്തിൽപ്പെടാനും സാധ്യതയുണ്ട്. കാട് മൂടപ്പെട്ട അവസ്ഥയിലാണ് ഈ കനാലുകളുടെ ഇപ്പോഴത്തെ സ്ഥിതി. റോഡ് ഏതാ കനാൽ ഏതാ എന്നറിയാൻ പറ്റാത്ത അവസ്ഥയിൽ ഈ നാട്ടിലുള്ള ആളുകൾ വാഹനങ്ങളുമായി വരുമ്പോൾ ഈ കനാലിലേക്ക് അപകടത്തിൽപ്പെടാൻ സാധ്യതയുണ്ട്. അതുപോലെ മനുഷ്യ ജീവനുകൾ കനാലിലേക്ക് അപകടത്തിൽപ്പെട്ടാൽ ആ ജീവൻ രക്ഷിക്കുന്നതിന് പോലും തടസ്സമാകുന്നത് ഈ കാട് വലിയ തടസ്സം ഉണ്ടാക്കുന്നുണ്ട്. ഏറെ വരുമാനമുള്ള വനം വകുപ്പിന് വേണ്ടി കാട് തെളിക്കുന്നതിനും സാമ്പത്തികമായി വളരെ ഉന്നതിയിൽ നിൽക്കുന്ന റബ്ബർ തോട്ടങ്ങൾ ശുചീകരിക്കുന്നതിനുമാണ് തൊഴിലുറപ്പ് പദ്ധതിയുടെ ഫണ്ട് ഇപ്പോൾ പ്രധാനമായും ഉപയോഗിക്കുന്നത് എന്നാണ് ആരോപണം. ഫണ്ട് ദീർഘവീക്ഷണമില്ലാതെ ഇങ്ങനെ ചിലവഴിക്കുന്നത് മാറ്റി ഇത്തരം വകുപ്പുകളെ കൂടി സഹായിക്കുന്ന നിലയിലേക്ക് പദ്ധതി ഉൾപ്പെടുത്തണമെന്ന ആവശ്യവും ശക്തമാണ്. ന്യൂസ് 18 പുനലൂർ. കാസർഗോഡ് തൃക്കരിപ്പൂർ കൊയോങ്കരയിലെ ആലപ്പള്ളി കുളത്തിന് ഹരിത കേരളം പദ്ധതിയിൽ പുനർജന്മം. 30 ലക്ഷം രൂപ ചെലവിലാണ് ചെറുകിട ജലസേചന വകുപ്പ് കുളത്തിന്റെ നവീകരണം പൂർത്തിയാക്കിയത്. വർഷങ്ങളായി ഉപയോഗശൂന്യമായി കിടന്നിരുന്ന ആലപ്പള്ളി കുളം സർക്കാരിന്റെ ഹരിത കേരളം നീർത്തടാധിഷ്ഠിത വികസന പദ്ധതിയിലാണ് പുനർനിർമ്മിച്ചത്. 50 വർഷത്തോളം പഴക്കമുള്ള കാട് മൂടിക്കിടന്നിരുന്ന കുളം വൃത്തിയാക്കി ചെളിയും മാലിന്യങ്ങളും നീക്കം ചെയ്ത് 20 മീറ്റർ നീളത്തിലും 20 മീറ്റർ വീതിയിലുമായാണ് പുനർനിർമ്മാണം നടത്തിയത്. പ്രദേശത്തിന്റെ കാർഷിക അഭിവൃദ്ധിക്ക് കുളം പ്രയോജനപ്പെടുത്താനാകും. ജലസേചനത്തിനൊപ്പം നാട്ടുകാർക്ക് വിനോദത്തിനും ഉപകരിക്കും വിധമാണ് നവീകരണം നടത്തിയിട്ടുള്ളത്. ജനങ്ങൾക്ക് പൊതു ഇടമായി ഉപയോഗിക്കുവാൻ കഴിയുന്ന വിധത്തിൽ ഇരിപ്പിടങ്ങളും ഒരുക്കിയിട്ടുണ്ട്. കുളത്തിന്റെ അടിഭാഗം കരിങ്കല്ല് ഉപയോഗിച്ചും കോൺക്രീറ്റ് ബെൽറ്റ് നിർമ്മിച്ചും മേൽഭാഗം ചെങ്കല്ല് ഉപയോഗിച്ചുമാണ് നിർമ്മിച്ചിരിക്കുന്നത്. 12,000-ഓളം ലാറ്ററൈറ്റ് കല്ലുകളും അതുപോലെ തന്നെ 221 ക്യൂബിക് മീറ്ററോളം കരിങ്കല്ലുകളും ഉപയോഗിച്ചാണ് ഈ കുളം നിർമ്മിച്ചിട്ടുള്ളത്. ഇവിടുത്തെ നാട്ടുകാർക്ക്, കുട്ടികൾക്കും വിനോദത്തിനും അതുപോലെ തന്നെ നീന്തൽ പരിശീലനത്തിനും ഉപയോഗിക്കാൻ ഉതകുന്ന വിധത്തിൽ 4 ഭാഗത്തും വളരെ മനോഹരമായ പടവുകളോടുകൂടിയാണ് ഈ കുളം നിർമ്മിച്ചിട്ടുള്ളത്. കൃഷിയിടങ്ങളിലേക്കുള്ള ജലസേചനത്തിന് ആവശ്യമായ പമ്പ് ഹൗസും പണിതിട്ടുണ്ട്. 52 ലക്ഷം രൂപയ്ക്ക് ഭരണാനുമതി ലഭിച്ച പദ്ധതി 30 ലക്ഷത്തിനാണ് പൂർത്തീകരിച്ചത്. എം രാജഗോപാലൻ MLA-യും മറ്റ് ജനപ്രതിനിധികളും കുളം സന്ദർശിച്ച് പ്രവൃത്തി വിലയിരുത്തി. ന്യൂസ് 18 തൃക്കരിപ്പൂർ.
കൊല്ലം പരവൂരിൽ തെക്കുംഭാഗം ഗ്രൗണ്ടിന്റെ ശോച്യാവസ്ഥ ചൂണ്ടിക്കാട്ടി ഫേസ്ബുക്കിൽ പോസ്റ്റിട്ട യുവാവിന് മർദ്ദനമേറ്റതായി പരാതി. പരവൂർ സ്വദേശി ഷാൻ സിറാജിനാണ് മർദ്ദനമേറ്റത്. ഇടതുപക്ഷ തെക്കുംഭാഗം വാർഡ് കൌൺസിലർ സനൽ മർദ്ദിച്ചുവെന്നാണ് പരാതി. കാലിന് പൊട്ടലേറ്റ യുവാവ് നെടുങ്ങോലം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. പോലീസ് കേസെടുത്തു. ഞാൻ തെക്കുംഭാഗം ഗ്രൗണ്ടിൽ നിൽക്കുകയായിരുന്നു. അപ്പോഴത്തേക്ക് ഞാൻ ഫേസ്ബുക്കിനകത്ത് ഈ ഗ്രൗണ്ടിൻ്റെ സംവിധാനം വെച്ചുകൊണ്ടും DCCയുടെയും KPCCയുടെയും പ്രസിഡന്റിൻ്റെ രണ്ടുപേരെ ഫോട്ടോയും കൂടി ഞാൻ ഫേസ്ബുക്കിനകത്ത് പോസ്റ്റ് ചെയ്തായിരുന്നു. അപ്പോൾ ആദ്യം അതിനെ ചൊല്ലിയാണ് സംസാരം നടന്നത്. ഇടയ്ക്ക് CPMൻ്റെ ഒരു പ്രവർത്തനമായിട്ട് പ്രവർത്തിച്ചു കൊടുത്തുകൊണ്ടാണ്. അപ്പോൾ ഞാൻ പാർട്ടി സംവിധാനം വിട്ടു, ഞാൻ തിരിച്ചിറങ്ങി. അങ്ങനെ ഞാൻ കൂടുതൽ ഇതിനകത്തുള്ള ഈ ഗ്രൗണ്ടിൻ്റെ ഒരു അഴിമതിയുടെ കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് ഇന്ന് ഞാൻ ഫേസ്ബുക്കിൽ വേറൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ പോസ്റ്റ് ഇട്ട എന്തിനാണെന്ന് ചൊല്ലിയാണ് ആദ്യം എന്നെ മർദ്ദിക്കുന്നത്. ആദ്യം വന്ന് എൻ്റെ അടുത്ത് ചോദിച്ചത് നീ എന്തിനാണ് ഫേസ്ബുക്കിൽ അങ്ങനെയൊക്കെ ഇട്ടതെന്നും പറഞ്ഞുകൊണ്ട് ആദ്യം എന്നെ തള്ളിയെടുത്തും കേട്ടു. ഈ തള്ളിയിടുന്ന സമയത്ത് തന്നെ ഒരു പാറക്കല്ലുണ്ടായിരുന്നു. ആ പാറക്കല്ലിനകത്താണ് വന്ന് വീണിട്ട് കാലിങ്ങനെ ഉണ്ടാവുന്നത്. രണ്ടാമത് വീണ്ടും എൻ്റെ ഈ തലയുടെ ഭാഗത്തായിട്ടും ഈ ഭാഗത്തായിട്ട് രണ്ട് ഭാഗത്തായിട്ട് എന്നെ അടിച്ചപ്പോൾ കൊച്ചാപ്പ ചോദിച്ചു, കൊച്ചാപ്പയും തള്ളിയിട്ട്. സംസ്ഥാന സർക്കാർ നടത്തുന്ന കൃഷി സമൃദ്ധി പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തൃത്താലയിൽ കൃഷി വകുപ്പ് മന്ത്രി P. പ്രസാദ് നിർവഹിച്ചു. സമഗ്ര കാർഷിക വികസനം ലക്ഷ്യം വയ്ക്കുന്ന പദ്ധതി ആദ്യഘട്ടത്തിൽ 107 പഞ്ചായത്തുകളിലാണ് നടപ്പിലാക്കുക. കാർഷിക മേഖലയെ ശാക്തീകരിക്കുന്നതിനൊപ്പം കാർഷിക സ്വയം പര്യാപ്തത കൈവരിക്കുക, കർഷകരുടെ വരുമാന വർധനവ് ഉറപ്പാക്കുക എന്നിവയാണ് കൃഷി സമൃദ്ധിയുടെ ലക്ഷ്യങ്ങൾ. പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തൃത്താലയിൽ VK കടവ് ലൂസയിൽ പാലസിന് സമീപം നടന്നു. നാടിന്റെ സമഗ്ര കാർഷിക വികസനമാണ് പരിശുദ്ധ സമൃദ്ധി കൊണ്ട് ലക്ഷ്യമിടുന്നതെന്ന് കൃഷി വകുപ്പ് മന്ത്രി P. പ്രസാദ് പറഞ്ഞു. ഒരു നാടിന്റെ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലയെയും സ്പർശിക്കുന്ന ഒരു പദ്ധതിയായിട്ടാണ് കൃഷി സമൃദ്ധി പദ്ധതി നടപ്പിലാവാൻ പോകുന്നത്. തൃത്താല ഉൾപ്പെടെ ആദ്യഘട്ടത്തിൽ സംസ്ഥാനത്തെ 107 പഞ്ചായത്തുകളിലാണ് പദ്ധതി നടപ്പാക്കുന്നത്. കൃഷിയിലൂടെ പ്രാദേശിക സാമ്പത്തിക വികസനം സാധ്യമാക്കുന്നതിന് ഞങ്ങളും കൃഷിയിലേക്ക് പദ്ധതിയുടെ രണ്ടാം ഘട്ടമായി കൃഷിഭവൻ തലത്തിൽ രൂപീകരിച്ച കൃഷിക്കൂട്ടങ്ങളിലൂടെയാകും പ്രാഥമിക പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുക. സംസ്ഥാനത്തെ കാർഷിക പ്രാധാന്യമുള്ള എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും കേന്ദ്രീകരിച്ച് 3 ഘട്ടങ്ങളായാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ന്യൂസ് 18 തൃത്താല. തൃത്താല വെള്ളിയാങ്കല്ല് പാലത്തിലെ ലൈറ്റുകൾ അണഞ്ഞിട്ട് 1 മാസം കഴിഞ്ഞിട്ടും നടപടികളില്ല. വൈദ്യുതി കുടിശ്ശികയായതോടെ KCB കണക്ഷൻ വിച്ഛേദിച്ചിരുന്നു. തുടർന്നാണ് പാലം ഇരുട്ടിലായത്. ഇതോടെ ജനങ്ങൾ ദുരിതത്തിലാണ്. ഇരുട്ട് വീണാൽ വെള്ളിയാങ്കല്ല് പാലം കടക്കണമെങ്കിൽ കാൽനടയാത്രക്കാർക്ക് വാഹനങ്ങളുടെ ലൈറ്റിനെ ആശ്രയിക്കേണ്ട ഗതികേടാണ്. ജില്ലയിലെ തന്നെ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രമായ തൃത്താല വെള്ളിയാങ്കല്ല് പ്രദേശമാണ് തെരുവ് വിളക്കുകൾ പ്രവർത്തിക്കാത്തതിനാൽ ഇരുട്ടിലായത്. 2 മാസത്തെ വൈദ്യുതി കുടിശ്ശിക വന്നതോടെ KCB കണക്ഷൻ വിച്ഛേദിച്ചതോടെയാണ് വെള്ളിയാങ്കല്ല് റെഗുലേറ്റർ കം ബ്രിഡ്ജിലെ ലൈറ്റുകൾ അണഞ്ഞത്. 1 മാസം പിന്നിട്ടിട്ടും കുടിശ്ശിക തീർക്കാൻ നടപടിയെടുക്കാത്തതിനാൽ വെള്ളിയാങ്കല്ല് പാലം പൂർണ്ണമായി ഇരുട്ടിലാണ്. ലൈറ്റുകൾ ഇല്ലാത്തതിനാൽ അപകട ഭീഷണിയും ഏറെയാണെന്നാണ് നാട്ടുകാരുടെ പരാതി. 13,000 രൂപയാണ് കുടിശ്ശികയായി KCBക്ക് നൽകാനുള്ളത്. ലൈറ്റ് പ്രവർത്തിക്കാത്തതിനെ തുടർന്ന് ഉദ്യോഗസ്ഥരോടും ജനപ്രതിനിധികളോടും നിരവധി തവണ ആവശ്യപ്പെട്ടിട്ടും ഫലമുണ്ടായില്ലെന്നാണ് നാട്ടുകാരുടെ പ്രതികരണം. ഇവിടുത്തെ അവസ്ഥ പറഞ്ഞാൽ പ്രധാനമായിട്ട് പാലത്തുമ്പോൾ ലൈറ്റ് ഇല്ല. ഈ ലൈറ്റ് ഇല്ലെങ്കിൽ അവിടുന്ന് ഇവിടുന്ന് വരുന്ന വണ്ടികൾക്കും ആൾക്കാർക്കും വലിയ ബുദ്ധിമുട്ടാണ്. ഒരുപാട് അപകടങ്ങളുടെ സാധ്യതയും. പിന്നെ പാർക്കിന്റെ ഫ്രണ്ട് അതിൽ ഒറ്റ ലൈറ്റും നടത്തണില്ല. അത് അവരോട് പറഞ്ഞിട്ട് കാര്യമില്ല. പറഞ്ഞാൽ എന്താ പറഞ്ഞിട്ടാ ഞങ്ങൾ എന്താ ചെയ്യാന്ന് അവർ പറഞ്ഞു. തുക ഉടൻ ലഭ്യമാക്കുമെന്നും അതുവരെ വൈദ്യുതി വിച്ഛേദിക്കരുതെന്നും ചൂണ്ടിക്കാട്ടി KCBക്ക് വകുപ്പ് അധികൃതർ കത്ത് നൽകിയിരുന്നുവെങ്കിലും നടപടിയുണ്ടായില്ല. തൃത്താലയിലെ ടൂറിസം കേന്ദ്രമായ വെള്ളിയാങ്കല്ല് പൈതൃക പാർക്കിലേക്ക് കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെ 100 കണക്കിന് പേരാണ് പ്രതിദിനം സന്ദർശനത്തിന് എത്തുന്നത്. പാലത്തിൽ അസ്തമയം കാണാൻ നിരവധി പേർ എത്തിയിരുന്ന ഇവിടെ ഇപ്പോൾ സന്ദർശകരുടെ വലിയ കുറവും അനുഭവപ്പെടുന്നുണ്ട്. ന്യൂസ് 18 തൃത്താല.
കാസർഗോഡ് തൃക്കരിപ്പൂർ ഉളവറയിൽ മരമില്ലിന് തീപിടിച്ച് വൻ നാശനഷ്ടം. രാത്രി 12:30യോടെയാണ് അഗ്നിബാധയുണ്ടായത്. തൃക്കരിപ്പൂർ, പയ്യന്നൂർ, പെരിങ്ങോം, കാഞ്ഞങ്ങാട് എന്നിവിടങ്ങളിൽ നിന്നായി 6 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയാണ് തീ അണച്ചത്. ഇവിടെ വലിയ തോതിൽ മര ഉരുപ്പിടികൾ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിലും തീ ഈ ഭാഗത്തേക്ക് വ്യാപിക്കാതെ തടയാനായി. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല. തിരുവനന്തപുരം ആര്യനാട് മീനാങ്കലിൽ ക്ഷേത്രത്തിലും വീട്ടിലും മോഷണം. ശ്രീ കരുങ്കാളി ദേവീ ക്ഷേത്രത്തിലെ കാണിക്കവഞ്ചിയും ശ്രീകോവിലിനുള്ളിലെ പൂട്ടും തകർത്തായിരുന്നു മോഷണം. CPI സംസ്ഥാന കൌൺസിൽ അംഗം മീനാങ്കൽ കുമാറിന്റെ വീട്ടിലും മോഷണം നടന്നു. അലമാരയും മേശയും കുത്തി തുറന്ന് ഇവിടെ നിന്ന് പണവും വിലപിടിപ്പുള്ള സാധനങ്ങളും കവർന്നു. ആര്യനാട് പോലീസ് അന്വേഷണം ആരംഭിച്ചു. കൊല്ലം ചടയമംഗലത്ത് കിണറ്റിലെ മോട്ടോർ മോഷ്ടിച്ച് വിറ്റയാളെ പിടികൂടി. അഞ്ചൽ കോമളം സ്വദേശി ഷിജുവാണ് പിടിയിലായത്. അയ്യൂരിലെ വ്യാപാരി ആരിഫിന്റെ വീട്ടിലെ മോട്ടറാണ് ഇയാൾ മോഷ്ടിച്ചത്. അയ്യൂർ, അകമൺ ഭാഗങ്ങളിൽ സമാനമായ നിരവധി പരാതികൾ ഉയർന്നിരുന്നു. കേസിൽ ഒരാൾ കൂടി ഉൾപ്പെട്ടിട്ടുള്ളതായും ഇയാൾക്കായി തെരച്ചിൽ തുടരുകയാണെന്നും പോലീസ് അറിയിച്ചു. കാസർഗോഡ് ചെറുവത്തൂരിൽ 4 കിലോ മുക്കുപണ്ടവുമായി 3 പേർ പിടിയിൽ. മണ്ണു കുഴിക്കുമ്പോൾ കിട്ടിയ നിധി എന്ന് പറഞ്ഞ് വിൽക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് സംഘം പിടിയിലായത്. സംസ്ഥാനത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ സമാനമായ രീതിയിൽ സംഘം തട്ടിപ്പുകൾ നടത്തിയിട്ടുണ്ടോ എന്ന കാര്യവും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ചെമ്പിന് മുകളിൽ സ്വർണം പൂശിയ ആഭരണങ്ങളാണ് സംഘത്തിന്റെ കൈവശമുണ്ടായിരുന്നത്. 4 കിലോ മുക്കുപണ്ടമാണ് പിടിച്ചത്. കർണാടക മാണ്ഡ്യ സ്വദേശികളായ ധർമ്മ, ശ്യാംലാൽ എന്നിവരാണ് പിടിയിലായത്. ശ്യാംലാലിന്റെ ഭാര്യയെയും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ചെറുവത്തൂർ റെയിൽവേ സ്റ്റേഷന് സമീപത്തെ വാടക വീട്ടിൽ താമസിക്കുന്ന ഇവർ പൂക്കച്ചവടക്കാരാണ്. മണ്ണു കുഴിക്കുമ്പോൾ കിട്ടിയ നിധി എന്ന് പറഞ്ഞാണ് ഇവർ മുക്കുപണ്ടം വിൽക്കാൻ ശ്രമിച്ചത്. ബാഗിൽ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു ആഭരണങ്ങൾ. സംഘം സംസ്ഥാനത്ത് മറ്റെവിടെയെങ്കിലും സമാനമായ രീതിയിൽ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടോ എന്നും പോലീസ് പരിശോധിച്ചു വരുന്നു. ന്യൂസ് 18 കാസർഗോഡ്. കുട്ടികളിലെ സർഗവൈഭവം ലക്ഷ്യമിട്ടുള്ള മേളനം സഹവാസ ക്യാമ്പ് കൗതുകമായി. പട്ടാമ്പി ഗവൺമെന്റ് UP സ്കൂളിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. KM കലൈശെൽവിയുടെ നേതൃത്വത്തിലാണ് ഗോത്രകലകളെക്കുറിച്ചുള്ള ശില്പശാല നടക്കുന്നത്. ആടിയും പാടിയും താളത്തിൽ തുള്ളിയും ശില്പശാല കുട്ടികൾക്ക് ആവേശമായി. ഇതോടൊപ്പം പരമേശ്വരൻ മാസ്റ്ററുടെ നേതൃത്വത്തിൽ നടക്കുന്ന പാവനാടകവും വിദ്യാർത്ഥികളിൽ കൗതുകമുണർത്തി. ലിറ്റിൽ ആർട്ട് തിയേറ്റർ ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ ബിജേഷ് നാടകം വിഷയമാക്കി കുട്ടികൾക്ക് പരിശീലനം നൽകി. സ്കൂളിലെ അധ്യാപകരുടെ നേതൃത്വത്തിലാണ് ക്യാമ്പ് നടക്കുന്നത്. കഴിഞ്ഞ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് തന്നെ ഉള്ള സെക്ഷനുകളാണ് ഈ പ്രാവശ്യം ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സ്കൂളിലെ 4, 5, 6, 7 ക്ലാസ്സുകളിലെ ഏതാണ്ട് 130ഓളം വരുന്ന കുട്ടികൾ ഈ ക്യാമ്പിന്റെ ഉപഭോക്താക്കളാണ്. കഴിഞ്ഞ കുറേ കൊല്ലങ്ങളായിട്ട് സ്കൂളിന്റെ മേൽനോട്ടത്തിൽ നടത്തി വരാറുള്ള ഈ ക്യാമ്പ് എന്ന് പറയുന്നത് കുട്ടികൾക്ക് സാമൂഹ്യ ജീവിതത്തിന് പറ്റിയ രീതിയിൽ തങ്ങളെ സ്വയം ചിട്ടപ്പെടുത്താൻ കൂടി വേണ്ടിയാണ് ഇത് ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. മാപ്പിളകല, കരകൗശലം, വ്യായാമശീലങ്ങൾ എന്നിവയെക്കുറിച്ച് ക്ലാസുകൾ നടന്നു. 130ഓളം വിദ്യാർത്ഥികളാണ് മേളനം സഹവാസ ക്യാമ്പിൽ പങ്കെടുക്കുന്നത്. ന്യൂസ് 18 പട്ടാമ്പി. ആദിവാസി യുവാവ് സരുൺ സജിയെ കള്ളക്കേസിൽ കുടുക്കിയ കേസിൽ പ്രതികളായ വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ വിചാരണ ചെയ്യാൻ സർക്കാർ അനുമതി നൽകി. ഇടുക്കി മുൻ വൈൽഡ് ലൈഫ് വാർഡൻ, മുൻ സെഷൻ ഫോറസ്റ്റ് ഓഫീസർ ഉൾപ്പെടെ 10 വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ വിചാരണ ചെയ്യാനാണ് അനുമതി നൽകിയത്. കാട്ടിറച്ചി കടത്തിയെന്നാരോപിച്ചാണ് സരുണിനെ കള്ളക്കേസിൽ കുടുക്കിയത്. കേസ് കെട്ടിച്ചമച്ചതാണെന്നും പിടിച്ചെടുത്ത മാംസം വന്യജീവിയുടേതല്ലെന്നും കണ്ടെത്തിയിരുന്നു. വിചാരണയ്ക്ക് അനുമതി ലഭിച്ചതോടെ താമസിയാതെ പോലീസ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കും. സോഷ്യൽ മീഡിയയിൽ വൈറലായി വടകര മയ്യന്നൂർ MCM UP സ്കൂളിലെ 2ാം ക്ലാസ്സുകാരി. നിഷ്കളങ്കമായ വാക്കുകളോടെ പ്രത്യക്ഷപ്പെട്ട ഇഷാൻവിയുടെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലാണ്. ഇഷാൻവിക്കെതിരെ അദ്നാൻ എന്ന വിദ്യാർത്ഥി പരാതി നൽകിയിട്ടുണ്ടോ എന്നറിയാനായി അധ്യാപകനോട് ചോദിക്കുന്ന ദൃശ്യങ്ങളാണ് സോഷ്യൽ മീഡിയയിലൂടെ ലക്ഷങ്ങളോളം ആളുകൾ കണ്ടത്. ചോദ്യം കേട്ടു നിൽക്കുന്ന അധ്യാപകൻ തന്നെയാണ് സംഭവത്തിന്റെ വീഡിയോയും എടുത്തിട്ടുള്ളത്. ആരാണ് പരാതി നൽകാൻ സാധ്യതയെന്ന് അധ്യാപകൻ ചോദിക്കുമ്പോൾ അദ്നാനാകുമെന്നാണ് ഇഷാൻവി മറുപടി പറഞ്ഞത്. തുടർന്ന് നിഷ്കളങ്കതയോടെ നടക്കുന്ന സംഭാഷണത്തിന്റെ വീഡിയോയാണ് അധ്യാപകൻ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത്. അതൊന്നല്ല, എന്നെപ്പറ്റി ആരാ കംപ്ലൈന്റ് ചെയ്തെന്ന് പറഞ്ഞാരാ? എന്നെപ്പറ്റി എന്നാ കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ടാവുക? അടിച്ചിക്കാ? എന്തിന്? എന്റെ കാൽമ കസലിട്ടാ?
ഇപ്പം നിങ്ങളോട് എമ്മ കൂടെ കംപ്ലൈൻറ്റ് കിട്ടിയില്ല. കംപ്ലൈൻറ്റ് വരുമോ? സംഭവത്തിന് ശേഷം ഇരുവരും നല്ല സുഹൃത്തുക്കളാണ്. കൊച്ചുമിടുക്കിയുടെ ആത്മവിശ്വാസത്തോടെയുള്ള സംഭാഷണത്തിനാണ് സോഷ്യൽ മീഡിയയിൽ കയ്യടികൾ നിറയുന്നത്. ന്യൂസ് 18 വടകര. മറൈൻ ഡ്രൈവിന്റെ വഴിയോരത്ത് പുല്ലാങ്കുഴലുമായി ഒരാൾ ഇരിപ്പുണ്ട്. പ്രകാശ് ഏട്ടൻ. ചെവി കൊടുക്കുന്ന ആരെയും അമ്പരിപ്പിക്കും ഈ കലാകാരൻ. കൊച്ചിയിലെ മറൈൻ ഡ്രൈവിൽ എത്തുന്നവർക്ക് ഇതൊരു സ്ഥിരം കാഴ്ചയാണ്. പ്രകാശേട്ടൻ അദ്ദേഹം തന്റെ ജീവിത മാർഗമായിട്ട്, തന്റെ ഉപജീവന മാർഗമായിട്ടാണ് സംഗീതത്തെ കാണുന്നത്. അദ്ദേഹം ഈ ഓടക്കുള്ളിലൂടെ നിരവധി ഗാനങ്ങളാണ് ആലപിക്കുന്നത്. ഇവിടെ ഒരു സംഗീത വിരുന്ന് തന്നെയാണ് അദ്ദേഹം എല്ലാ ദിവസവും ഒരുക്കുന്നത്. ചേട്ടൻ്റെ വീട് എവിടെയാ? എൻ്റെ വീട് തൃശ്ശൂർ. എൻ്റെ പേര് പ്രകാശൻ. തൃശ്ശൂർ ജില്ലയിലെ പോന്നൂര് എന്ന് പറയുമ്പോൾ നമ്മൾ തൃശ്ശൂരിൽ നിന്ന് കുന്നോളം പോണ വഴിയിൽ കൈപ്പുറമ്പ് എന്ന സെൻ്ററുണ്ട്. അവിടെ നിന്ന് 2 കിലോമീറ്റർ അടുത്താണ് പോന്നൂര്. ചെറിയൊരു ഗ്രാമമാണ്. മറൈൻ ഡ്രൈവിന്റെ വൈകുന്നേരങ്ങൾ ഈ പുല്ലാങ്കുഴൽ ഈണങ്ങളാൽ മുഖരിതമാണ്. തൃശൂർ പൊന്നൂർ സ്വദേശിയായ പ്രകാശേട്ടൻ എല്ലാ ദിവസവും ഇവിടെ എത്തും. ലോട്ടറി ബിസിനസ്സായിരുന്നു പ്രകാശന്റെ പ്രധാന ഉപജീവന മാർഗം. കോവിഡ് ചതിച്ചതോടെയാണ് പണ്ട് പഠിച്ചു മറന്ന സംഗീതം പൊടിതട്ടിയെടുത്തത്. നമുക്ക് ഈ കൊറോണ കാലം അതിനോടനുബന്ധമായിട്ടുള്ള കുറേ പ്രശ്നങ്ങളൊക്കെ വന്നപ്പോൾ നമ്മൾ ഉണ്ടായിരുന്നൊരു തൊഴിൽ വലിയ ബാധ്യതയിൽ ഉപേക്ഷിക്കേണ്ടി വന്നു. കാരണം ഉപേക്ഷിച്ചപ്പോൾ നാടടക്കം ഉപേക്ഷിക്കേണ്ടി വന്നു. അപ്പോൾ അങ്ങനെ ഇങ്ങോട്ട് വന്നതാണ്. ഇവിടെ വന്നപ്പോൾ നമുക്ക് കുറേ നല്ല നല്ല അനുഭവങ്ങളുണ്ടായി. അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഈ ഒരു മേഖലയിലേക്ക് ഈ ഫ്ലൂട്ടിൻ്റെ വിൽപ്പനയും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് എത്താൻ പറ്റും. രാസാൻ ബീഗത്തിന്റെ ഓമലാളെ നിന്നെ ഓർത്ത് അതിമനോഹരമായാണ് പ്രകാശൻ കണ്ടതില്ല നിന്നെ മാത്രം കടലു നീ എന്നറിയുവോളം, കടലു നീ എന്നറിയുവോളം, ഓമലാളെ നിന്നെയോർത്ത് കാത്തിരിപ്പിൻ സൂചിമുനയിൽ മമകിനാക്കൾ കോർത്ത് കോർത്ത് ഞാൻ നിനക്കൊരു മാല തീർത്തു, ഞാൻ നിനക്കൊരു മാല തീർത്തു. ആരും അറിയാതെ ഇങ്ങനെ ഒരരികിൽ കൂടി കടന്നുപോയി കാലം കഴിക്കുന്ന ഒരുപാട് കലാകാരന്മാരുണ്ട് നമുക്ക് ചുറ്റും. ഒരു കൈ പിടിച്ചുയർത്താനുണ്ടായാൽ ഒരുപക്ഷെ അവർ ലോക നിലവാരത്തിലേക്ക് ഉയർന്നേക്കാം. ആ വിരൽത്തുമ്പ് കാത്തിരിക്കുകയാണ് പ്രകാശേട്ടൻ. കയ്യിലുള്ള ഒരു കല കൊണ്ട് എല്ലാവരും ഇങ്ങനെ സന്തോഷിപ്പിക്കാണല്ലോ പ്രകാശേട്ടൻ. എന്താണ് ഒരു പ്രതീക്ഷ? എന്താണ് അത്? എൻ്റെ ഒരു സുഹൃത്ത് ഇവിടെ ഇവിടെ വന്ന് പരിചയപ്പെട്ടാണ്, സജീവ് എന്ന പേര്. അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, പക്ഷേ ചെറിയ വാക്കാണ്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം അത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രതീക്ഷ നൽകുന്നൊരു വാക്കാണ്. അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പ്രകാശേട്ടനെ ഇവിടെ എന്നും വരണം, ഇവിടെ വന്ന് വായിക്കണം. പ്രകാശേട്ടനെ ഒരാൾ രക്ഷിക്കാനായിട്ട് ഒരാൾ ഇവിടെ വരും. ആ വരുന്ന നേരത്ത് പ്രകാശേട്ടൻ ഇവിടെ ഇല്ലാതിരിക്കരുത്. അപ്പോൾ ആ ഒരു ദിവസം നമുക്ക് മരണം വരയ്ക്കും, നമുക്ക് നമ്മുടെ ജീവിതം അവസാനം വരയ്ക്കും നമുക്ക് ഇവിടെ വരാനായിട്ടുള്ളൊരു ഇതുണ്ട് പറയുന്നത്, നമുക്ക് പ്രതീക്ഷയുണ്ട് നമുക്ക്. അപ്പോൾ ആ ഒരാളെ കാത്തിട്ടാണ് സത്യത്തിൽ നമ്മുടെ ഇരിപ്പ് വരും എന്നുള്ള പ്രതീക്ഷയാണ്. കാത്തിരിപ്പിന്റെ പാതയിലാണ് പ്രകാശേട്ടൻ. അതിജീവനമാണെങ്കിൽ കൂടിയും സംഗീതം കൊണ്ട് മാലോകരെ മുഴുവൻ സന്തോഷിപ്പിക്കുകയാണ് അദ്ദേഹം. ക്യാമറാമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ആജ്ഞ രവീന്ദ്രൻ, ന്യൂസ് 18 കൊച്ചി. സകലമാന കേരളം പൂർണ്ണമാകുന്നു. ഇനി പ്രൈം ഡിബേറ്റിൽ മഞ്ജുഷ് ഗോപാൽ ചേരും. നമസ്കാരം.